ചില മാസങ്ങൾക്ക് ചില പ്രവാചകന്മാരുടെ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ദുൽഹജ്ജ് മാസം വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെക്കുറിച്ചാണ്. കാരണം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ സംഭവബഹുലമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ്. കഅബാലയത്തിന്റെ നിർമ്മാണ പൂർത്തീകരണവും ഹജ്ജിന്റെ വിളംബരവും അതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബലിയെറുക്കാൻ തയ്യാറായതുമെല്ലാം ഈ വലിയ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ്. മുഹറം മാസമായി കഴിഞ്ഞാൽ ഇതുപോലെ ഓർക്കപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങൾ നടക്കുന്നത് മുഹറം മാസത്തിലാണ്. മൂസാ നബിയെ അള്ളാഹു 2 ദൗത്യങ്ങളാണ് ഏൽപ്പിച്ചത്. ഒന്ന് തൗഹീദ് പറയുക, 2 ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കുക. ഇതിൽ രണ്ടാമത്തെ ദൗത്യമായ ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കുക എന്ന ദൗത്യത്തിന്റെ പൂർത്തീകരണം നടക്കുന്നത് മുഹറം 10-നാണ്. അപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുന്നതും കടല് പിളർത്തി കൊടുക്കുന്നതും അതിലൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടല് കടക്കുന്നതുമല്ല. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ കഥ പറയപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. സൂറത്തു നിസായിൽ അല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്, വറസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ വറസുലൻ ലം നഖസുസ്ഹും അലൈക വകല്ലമല്ലാഹു മൂസാ തക്ലീമ. ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരിൽ ചിലരുടെയെല്ലാം കഥകൾ നാം അങ്ങേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ചിലരുടെ കഥകൾ പറഞ്ഞു തന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരുകളാണ് പറയപ്പെട്ടിട്ടുള്ളത്. 1,00,000-ലധികം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കഥകൾ പറഞ്ഞിട്ട് പേര് പറയപ്പെടാത്ത പ്രവാചകന്മാരുണ്ട്, പേരുകൾ പറഞ്ഞിട്ട് കഥ പറയപ്പെടാത്ത പ്രവാചകന്മാരുണ്ട്, പേരും കഥയും ഒന്നും പറയാത്ത പ്രവാചകന്മാരുണ്ട്, പേരും കഥയും എല്ലാം പറയപ്പെട്ട പ്രവാചകന്മാരുമുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിൽ നിങ്ങൾക്ക് കാണാം, സൂറത്തുൽ ആറാഫിൽ കാണാം, സൂറത്തു താഹയിൽ കാണാം, സൂറത്തുൽ ഖസസിൽ കാണാം. ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ഒരു ചരിത്രമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. എന്തുകൊണ്ടായിരിക്കും മൂസാ നബിയുടെ ചരിത്രം ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കൃത്യമായി പാലിക്കാൻ കഴിയുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകന്റെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ ജീവിത പാഠങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് അതിന്റെ കാരണം. ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തല്ലോ. എല്ലാവരും പാരായണം ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, എങ്കിലും നല്ലൊരു ശതമാനം ആളുകൾ പാരായണം ചെയ്തിട്ടുണ്ടാവും. സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഒരു കഥ പറയുന്നുണ്ട്, ഒരു ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിൽ വലിയൊരു ഗുണപാഠമുണ്ട് നമ്മൾക്ക്. ഒരിക്കൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ശിഷ്യന്മാർക്ക്, തന്റെ ഉമ്മത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല മൂസ, അങ്ങയേക്കാൾ ഇൽമുള്ള, അങ്ങയേക്കാൾ അറിവുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റയടിക്ക് പറഞ്ഞു, ഇല്ല. അദ്ദേഹത്തിന്റെ അടുത്ത് പറ്റിയ ഒരു അബദ്ധമാണ്. ഇല്ല എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അദ്ദേഹം പറയേണ്ടിയിരുന്നത് അല്ലാഹു ആലം എന്നായിരുന്നു. ഈ സംഭാഷണം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് വഹ്യ് നൽകി, മൂസ, നീ പറഞ്ഞത് തെറ്റാണ്. നിന്നേക്കാൾ അറിവുള്ള ഒരു അടിയാനെ, നിന്നേക്കാൾ അറിവുള്ള ഒരു അടിമയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ നിന്റെ ഭൃത്യൻ യൂഷഉമായി പോകണം. യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊരു പ്രവാചകനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭൃത്യനായിരുന്നു. യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി നീ യാത്ര തുടങ്ങണം. കയ്യിലൊരു ചത്ത മത്സ്യത്തെ നിങ്ങൾ കയ്യിൽ കരുതണം. നിങ്ങളുടെ യാത്രയുടെ ഇടയിൽ ആ ചത്ത മത്സ്യത്തിന് ജീവൻ വരും. ആ ജീവൻ വരുന്നിടത്ത് നിനക്കൊരു അടിമയെ കണ്ടെത്താൻ കഴിയും. ആ അടിമക്ക് ഞാൻ നിന്നേക്കാൾ ഇൽമ നൽകിയിട്ടുണ്ട്, ഞാൻ നിന്നേക്കാൾ അറിവ് നൽകിയിട്ടുണ്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു എന്നാണ്. അങ്ങനെ മൂസാ നബി തന്റെ ഭൃത്യനുമായി ആ ചത്ത മത്സ്യവുമായി യാത്ര തുടങ്ങി. അങ്ങനെ ഒരു പാറക്കെട്ടിന്റെ അടുത്ത് വെച്ച് ആ ചത്ത മത്സ്യം നഷ്ടപ്പെട്ടു, അതിന് ജീവൻ വന്നു. അത് കടലിലൂടെ പ്രത്യേക അടയാളമുണ്ടാക്കിക്കൊണ്ട് നീന്തി മറഞ്ഞു.
അങ്ങനെ അവിടെ വെച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, യൂഷ അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ആ ഒരു പ്രവാചകൻ ഖിദർ നബിയാണ് എന്ന് പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ള ആ പ്രവാചകനെ കാണുകയും അദ്ദേഹവുമായി യാത്ര ചെയ്യുകയും അദ്ദേഹത്തോട് മൂസാ നബി അദ്ദേഹത്തോട് കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞു. അദ്ദേഹം വലൈക്കും അസ്സലാം പറഞ്ഞു, സലാം തിരിച്ചു പറഞ്ഞു. മൂസാ നബി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കൂടെയുള്ള അറിവുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്നെ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ സമ്മതിക്കുമോ? അദ്ദേഹം യാത്ര ചെയ്യാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അതൊരു ഉപാധി വെച്ചു. എന്താണ്? ഈ യാത്രയിലുടനീളം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ വിശദീകരണം ഞാൻ പറയാതെ എന്നോട് ചോദിക്കരുത്. ഞാൻ പറയും, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ വിശദീകരണം ഞാൻ പറയും, ഞാൻ പറയാതെ എന്നോട് ചോദിക്കരുത്. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ഒരു സംഗതി അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇൽമിന്റെ വിഷയത്തിൽ, അറിവിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ചില നിഷ്കളങ്കരായ യുവാക്കൾ, നിഷ്കളങ്കരായ കുട്ടികൾ, അവർ എത്തിപ്പെട്ടിരിക്കുന്ന വളരെ സങ്കടകരമായ, വളരെ അബദ്ധപൂർണമായ ഒരു അവസ്ഥയുണ്ട്. കാരണം ഇൽമോമീറ്ററുമായിട്ടാണ് നടക്കുന്നത്. ഓരോ ആളുകളുടെ അറിവ് അളക്കാൻ വേണ്ടി, ഓരോ ആളുകളുടെ ഇൽമത്രണ്ട്, അറിവത്രണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. വലിയ അബദ്ധമാണിത് യഥാർത്ഥത്തിൽ. ഇത്തരം നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഏതാനും കുട്ടികളിൽ നിന്ന് കേട്ട ഒരു ചോദ്യം, ഒന്നോ രണ്ടോ ആളുകളിൽ നിന്നല്ല, നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന ഏതാനും കുട്ടികളിൽ നിന്ന് കേൾക്കുന്ന ഒരു ചോദ്യം, കേരളത്തിൽ പണ്ഡിതന്മാരുണ്ടോ എന്നുള്ളതാണ്. കേരളത്തിൽ പണ്ഡിതന്മാരില്ലേ? സഹോദരങ്ങൾ, നമ്മളിന്ന് ഇരിക്കുന്ന ഈ പള്ളിയടക്കം ആയിരക്കണക്കിന് സലഫി പള്ളികൾ കേരളത്തിലുണ്ട്. തൗഹീദിന്റെ ആയിരക്കണക്കിന് പള്ളികൾ കേരളത്തിലുണ്ട്. 100 വർഷമായി ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തനം തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, തൗഹീദ് കിട്ടിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ജാറങ്ങളും മക്ബറകളും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ആലിമുകളായി സ്വലാഹി എന്ന പേരിലും സലഫി എന്ന പേരിലും സുല്ലമി എന്ന പേരിലും അൻസാരി എന്ന പേരിലും ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ, ഖുർആൻ അറിയുന്ന, ഹദീസ് അറിയുന്ന, കിതാബ് അറിയുന്ന പണ്ഡിതന്മാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള നിഷ്കളങ്കരായ യുവാക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പ്രശസ്തരായ ആളുകൾ മാത്രമാണ് പണ്ഡിതന്മാരാണ്. അല്ല. നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, പ്രശസ്തി ആഗ്രഹിക്കാത്ത, പ്രശസ്തി മോഹിക്കാത്ത 10,000-കണക്കിന് പണ്ഡിതന്മാർ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും കിതാബുകൾ വായിച്ച്, കിതാബുകൾ എഴുതി, കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുന്ന ഖുറാഫാത്തുകൾക്കെതിരെ തൂലിക കൊണ്ടും അവർക്ക് കഴിയുന്ന ഇൽമ കൊണ്ടും പടവെട്ടുന്ന 100 പണ്ഡിതന്മാർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കേരളക്കരയിലുണ്ട്. പക്ഷെ വലിയ സങ്കടം എന്ന് പറയട്ടെ, നമ്മളൊക്കെ ഏതെങ്കിലും ഖുറാഫാത്ത് കൊടികുത്തി വാഴുന്ന നാട്ടിലേക്ക് അവിടെ ഒരു പ്രോഗ്രാം വെച്ചു വിചാരിക്കാം. അവിടുത്തെ സമസ്തയുടെ പള്ളിയിൽ നിന്ന് ആദ്യമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താ അറിയോ നിങ്ങൾ? അവർ ഈ പ്രോഗ്രാമിന്റെ തൊട്ട് തലേന്നത്തെ ആഴ്ച വിളിച്ചു കൂട്ടും ആളുകളെ, അവിടെയുള്ള പ്രവർത്തകരെ, മഹല്ലുകാരെയൊക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് അവർ ആദ്യം പറയാം, മുജാഹിദിന്റെ പരിപാടി വരുന്നുണ്ട്, വഹാബികളുടെ പരിപാടി വരുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ദിവസം ഇവിടെ റാത്തീബ് നടക്കും, മൗലൂദ് നടക്കും, നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ ഇരിക്കണം, അവരെ കേൾക്കാൻ തയ്യാറാവരുത്, കേട്ടാൽ നിങ്ങൾ വഴിപിഴച്ചു പോകും. ഇതേ സംസാരമാണ് പ്രിയപ്പെട്ടവരെ കേരള നദുവത്തുൽ മുജാഹിദീൻ അടക്കമുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ പറയുന്നത് കേൾക്കരുത്, ഇൽമെടുക്കരുത്. ഖുർആനും ഹദീസും പറയുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന കുട്ടികളെ നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ അടക്കം, ഈ വാരം പ്രദേശത്തടക്കം ഖുർആനും ഹദീസും മാത്രം പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന് പോലും എഴുന്നേറ്റ് പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും, കുട്ടികളെ, യുവാക്കളെ കാണാൻ സാധിക്കും. എന്തൊരു സങ്കടമാണ് പ്രിയപ്പെട്ടവരെ, എന്തൊരു വേദനയാണത്. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയാ, എല്ലാവരുടെ അടുത്തൊന്നും ഇൽമെടുക്കാൻ പാടില്ല. ഇൽമെടുക്കുന്നതിന് എന്ത് മാനദണ്ഡമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്താണെങ്കിലും നിങ്ങൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ്. ഒരാൾക്ക് പ്രബോധനം നടത്തണമെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ദീന് പറയണമെന്നുണ്ടെങ്കിൽ ഖുർആനും ഹദീസും മുഴുവനും പഠിച്ചിട്ട് നടക്കൂല ഒരിക്കലും. എന്താണോ നമ്മൾ പഠിച്ചത്, ആ പഠിച്ച കാര്യം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവർ എന്താണ് നഷ്ടം? അവിടെ എവിടെയാണ് ദീന് നഷ്ടപ്പെട്ടു പോകുന്നത്? അവിടെ എവിടെയാണ് മൻഹജിൽ നിന്ന് പുറത്തു പോകുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് വളരെ നസീഹത്തോടെ ഉപദേശിക്കാനുള്ളത്, ഈ ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. സൗദി അറേബ്യയിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരോട് പല വിഷയങ്ങളിലും ഫത്വ ചോദിച്ചാൽ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ നാട്ടിൽ പണ്ഡിതന്മാരുണ്ടോ? കാരണം ആ കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിലൊരു വിഷയം സൗദിയിലെ പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ആ ഒരു സാഹചര്യം കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല, അവർക്കത് തിരിച്ചറിയണമെന്നില്ല. പല പണ്ഡിതന്മാരും നിങ്ങളുടെ നാടുകളിൽ നിന്ന് അറിവുള്ള പണ്ഡിതന്മാരെ സമീപിക്കുക എന്ന് പറയാറുണ്ട്.
എന്താ കാരണം? ആ പണ്ഡിതന്മാർക്കാണ് ഈ നാടിന്റെ സാഹചര്യം മനസ്സിലാവുക. അതുകൊണ്ട് യമനിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ ദീന് കയറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കില്ല പ്രിയപ്പെട്ടവര്. ഈ രണ്ട് രാജ്യങ്ങളൊന്നുമല്ല നമുക്കുള്ള എന്താ പറയാ മുഴുവൻ മാതൃക. നമുക്ക് മാതൃക പരിശുദ്ധ ഖുർആനും തിരു ഹദീസുമാണ്. ആ പരിശുദ്ധ ഖുർആനും തിരു ഹദീസും നമ്മുടെ മുന്നിൽ സുലഭമായിട്ടുണ്ട്. നമ്മൾ ആരുടെയും ഇൽമിനെ അളക്കാതിരിക്കുക, ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇന്ന ആൾക്ക് ഇൽമില്ല, കേരളത്തിലെ പണ്ഡിതന്മാരില്ല. ഏറ്റവും വലിയ അബദ്ധമാണ് പറയുന്നതൊക്കെ. കേരളത്തിൽ പണ്ഡിതന്മാരില്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഇന്ന് ഈ പറയുന്ന യുവാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ അബദ്ധമാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. കേരളത്തിലെ പണ്ഡിതന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. കേരളത്തിൽ പണ്ഡിതന്മാരില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്? അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ മനുഷ്യൻ ചോദിച്ച ഒറ്റയടിക്കില്ല എന്ന് പറഞ്ഞില്ലേ? അതേ അബദ്ധമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പണ്ഡിതന്മാരില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആരുടെയും ഇൽമിനെ നമ്മൾ അളക്കേണ്ട ആവശ്യമില്ല, ആരുടെയും ദീനിനെ നമ്മൾ അളക്കേണ്ട ആവശ്യമില്ല, ആരുടെയും തഖ്വയെ നമ്മൾ അളക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുമ്പോൾ ആ മനുഷ്യന്റെ താടിയുടെ നീട്ടം നോക്കിയിട്ട്, ആ മനുഷ്യന്റെ പാന്റിന്റെ അളവ് നോക്കിയിട്ട് അയാളെ കാഫിറായും മുർത്തദ്ദായും വിദഴിയായും ഒന്നിനും കൊള്ളാത്തവനായും ചാപ്പ കുത്തുന്ന പരിപാടി പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ട. മുട്ടോളം താടി ഉണ്ടായിട്ടും ഒരു വക്തിനും പള്ളിയിൽ വരാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. പൊക്കിള് വരെ താടിയുണ്ട്, സ്വബീക്ക് പള്ളിയിൽ വരൂല. എന്താ കാര്യം ആ താടി കൊണ്ട് പ്രിയപ്പെട്ടവരെ? വലിയ താടി വെച്ചിട്ടുണ്ട്, നിര്യാണിക്ക് എത്രയോ മുകളിലാണ് വസ്ത്രം കൊടുക്കുന്നത്. പക്ഷെ സാമ്പത്തിക വിനിമയത്തിൽ 5 പൈസക്ക് കൊള്ളൂല, കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കൂല. അതുപോലെ തന്നെ ഹക്കും ബാത്തിലും ഉണ്ടാവില്ല. എന്ത് കാര്യമാണ് പിന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുള്ളത്? അതുകൊണ്ട് ആരുടെയും തഖ്വയെ നമ്മൾ അളക്കാൻ നിൽക്കണ്ട, ആരുടെയും ഈമാനെ നമ്മൾ അളക്കാൻ നിൽക്കണ്ട. നസീഹത്തോടുകൂടി അവരോട് പറയാം, ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. അവനേക്കാൾ നല്ലത് ഞാനാണ്. കാരണം എന്താ? എനിക്ക് താടിയുണ്ട്. എന്തൊരു അബദ്ധാണ്! എനിക്ക് താടിയുണ്ട് എന്നതുകൊണ്ട് അവനേക്കാൾ നല്ലവൻ ഞാനാണ്. നീ നിസ്കരിക്കാത്ത തഹജ്ജുദ് അവൻ നിസ്കരിക്കുന്നുണ്ടാവും, നീ പഠിക്കാത്ത ഖുർആൻ അവൻ പഠിക്കുന്നുണ്ടാവും, നീ ചൊല്ലാത്ത അദ്കാറുകൾ അവൻ ചൊല്ലുന്നുണ്ടാവും, നിനക്ക് സ്വപ്നം പോലും കാണാത്ത സ്വതഹകൾ അവൻ ചെയ്യുന്നുണ്ടാവും. എന്നിട്ടും നീ വിചാരിക്കാണ് ഒറ്റ താടിയുടെ കാരണം കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നീ വലിയ മഹത്വമുള്ളവനാണ്. ഒറ്റ നിര്യാണിക്ക് മുകളിൽ പാന്റ് എടുക്കുന്നത് കൊണ്ട്, വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അതാ മനുഷ്യന് സംഭവിക്കുന്ന അബദ്ധങ്ങൾ അള്ളാഹു പൊറുത്തേക്കാം, ശിക്ഷിച്ചേക്കാം. അത് അള്ളാഹു അവനും തമ്മിലുള്ള വിഷയമാണ്. പക്ഷേ ആ ഒരു കാര്യം വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ആളുകളെ ഇന്ന ആള് വടക്ക്, ഇന്ന ആള് നല്ലത്, അങ്ങനെ ഇങ്ങനെ എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കാതിരിക്കുക. ദീനിന്റെ വിഷയത്തിൽ എപ്പോഴും മിതത്വം വേണം. ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? യസ്സിറു വലാ തുഅസ്സിറു, യസ്സിറു വലാ തുഅസ്സിറു, ബശ്ശിറു വലാ തുനഫിറു. നീ എളുപ്പാക്കി കൊടുക്കുക, പ്രയാസം ഉണ്ടാക്കരുത്. ജനങ്ങളെ കിട്ടിച്ചിട്ട് പിടിച്ചു മൂടരുത്. അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കണം. ദീന് വിശാലാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ബശ്ശിറു, നീ സന്തോഷ വാർത്ത അറിയിക്കുക. വലാ തുനഫിറു, അവരെ നീ വെറുപ്പിക്കരുത്. തൊട്ടയിലും എടുത്തതിനും അത് ഹറാം, ഇത് ഹറാം, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. ഇങ്ങനെ ദീനിനെ ഇങ്ങോട്ട് 4 ഭാഗത്തുനിന്നും ഇടുക്കിയിട്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇതിനിങ്ങനെ നോക്കുമ്പോൾ ഇത് എന്താണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ എടുക്കരുത്. ദുർബോധനമാണ് നമ്മളെ നടത്തുന്നത്. നമ്മൾ ചെയ്യുന്നത് പ്രബോധനമല്ല. നമ്മളുടെ ജീവിതം കണ്ടിട്ട് ദീൻ എളുപ്പമാണ് എന്നാണ് ആളുകൾ മനസ്സിലാക്കി എന്ന് കരുതി സകല ഹറാമുകളും വാരി വലിച്ചു തിന്നാനല്ല പറയുന്നത്. സകല മ്യൂസിക്കുകളും ഹലാലാക്കുക, സകല പാട്ട് അല്ല, അതല്ല. നിലപാടുകളിൽ മിതത്വം ഉണ്ടാവേണ്ടതുണ്ട്. നിലപാടുകളിൽ ഒരു എളുപ്പം ഉണ്ടാവേണ്ടതുണ്ട്. ആളുകൾക്ക് നമ്മളെ സമീപിക്കാനും നാമുമായി ഇടപഴകാനും ആളുകൾക്കൊരു എളുപ്പം ഉണ്ടാകേണ്ടതുണ്ട്. ചില ആളുകളുടെയൊക്കെ കുടുംബത്തിലും വീട്ടിലും പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബേജാറാണ്. പഠിച്ചോരെ, എങ്ങനെ ഇവിടെ പെരുമാറുക? ഇവിടുന്ന് അങ്ങോട്ട് തെറ്റിയ പ്രശ്നമാവോ, ഇങ്ങോട്ട് തെറ്റിയ പ്രശ്നമാവോ, മുന്നോട്ട് പോയ പ്രശ്നമാവോ? വലിയ ബേജാറാണ് അവരുടെ വീടുകളിൽ പോയാൽ. കാരണം അവർ സ്വീകരിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കാത്ത കാർക്കശ്യം. ഇസ്ലാം കാർക്കശ്യം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം കൃത്യമായി വരച്ചിട്ടുണ്ട്, ഓരോ വിഷയത്തിലും വരച്ചിട്ടുണ്ട്. ആ വരന്റെ അപ്പുറത്ത് പോയിട്ട് നമ്മൾ ഇസ്ലാമിനെ വികൃതമാക്കുമ്പോൾ വല്ലാഹി റബ്ബിനെ തന്നെ സത്യം പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നത് പ്രബോധനമല്ല, നമ്മൾ ചെയ്യുന്നത് ദുർബോധനമാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഈ ഒരു മിതത്വം ജീവിതത്തിൽ പാലിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാമത്തെ ഖുതുബയിൽ നമുക്കിന്നിവിടെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ നാടിനും ഈ പള്ളിക്കും ഈ പ്രദേശത്തിനുമെല്ലാം ഒരു വലിയ തീരാനഷ്ടമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഇർഫാനിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് പല തരത്തിലുള്ള യുവാക്കളുണ്ട്. പള്ളിയുമായി ഒരു ബന്ധവുമില്ലാതെ റോഡിൽ ഇങ്ങനെ കഞ്ചാവ് അടിച്ചും കള്ളു കുടിച്ചും നടക്കുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ലഹരി ഉപയോഗങ്ങളോ തമ്മാടിത്തോ ഒന്നും ഇല്ലെങ്കിലും മാന്യമായി ജീവിക്കുന്ന, എന്നാൽ പള്ളിയുമായി വലിയ ബന്ധമില്ലാത്ത, ദീനുമായി വലിയ ബന്ധമില്ലാത്ത യുവാക്കളുണ്ട്. മൂന്നാമതായി, മാന്യമായി ജീവിക്കുകയും അതോടൊപ്പം ദീനുമായി ബന്ധം പുലർത്തുകയും പള്ളിയുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്ന യുവാക്കളുണ്ട്. ഈ ഗണത്തിലാണ് ഇർഫാൻ പെടുക. ഈ പള്ളിയുമായി ബന്ധമുണ്ട്, എല്ലാ ഒട്ടുമിക്ക ജുമാകളിലും ഇവിടെ ഉണ്ടാവാറുണ്ട്. റമദാൻ മാസത്തിൽ ഈ പള്ളിയിൽ സജീവമായി ഉണ്ടാകാറുണ്ട്. എത്തിക്കാഫിന്റെ സമയങ്ങളിലെല്ലാം സജീവമായി ഈ പള്ളിയിൽ ഉണ്ടാകാറുണ്ട്. എപ്പോഴും ചിരിച്ച് ശാന്തതയോടുകൂടി മാത്രം സംസാരിക്കുന്ന ഒരു യുവാവ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള യുവാക്കൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ വലിയ സങ്കടവും വലിയ നഷ്ടവും ഉമ്മത്തിനുണ്ടാവുന്നുണ്ട്. ആ കുടുംബത്തിന്റെ വേദനയും പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാകട്ടെ. അവർക്ക് സമാധാനവും ശാന്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് അല്ലാഹു എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ പടച്ചവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ തിരിച്ചെടുക്കും. നമുക്കൊരിക്കലും തടയാൻ കഴിയില്ല. എപ്പോഴാണോ അല്ലാഹു ഉദ്ദേശിക്കുന്നത് അപ്പോ അവനത് പിൻവലിക്കും. ആ പിൻവലിക്കലിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളാണ് മുസ്ലിം. നിങ്ങൾ നോക്ക്, ഒരു വിശ്വാസി എത്ര വലിയ ഭാഗ്യവാനാണ്. നമ്മുടെ ഇർഫാന്റെ ഉപ്പ ഈ പള്ളിയിലുണ്ട്, ഖുതുബ കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വിശ്വാസിയാണ്, ഒരു മുസ്ലിമാണ്. അതിന്റെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ഇർഫാന്റെ ഉമ്മയും അനുഭവിച്ചു കൊണ്ടിരിക്കാൻ. എന്താ കാര്യം എന്നറിയോ? അവർക്കറിയാം, ഞങ്ങളുടെ മകൻ എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയതല്ല, ഒരു താൽക്കാലികമായ ഇടവേള മാത്രമാണ്. നമുക്ക് നിങ്ങൾ ഒരു വിശ്വാസിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന സമാധാനം, ഒരു വിശ്വാസിക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ശാന്തിയാണ്. ഒരു യുക്തിവാദിക്കോ നിരീശ്വരവാദിക്കോ ഒരിക്കലും ഈ സമാധാനം ഉണ്ടാവില്ല. തീർച്ചയായും ആ മാതാപിതാക്കൾക്ക് സമാധാനിക്കാം. കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തോട് വിട പറയുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താ വെച്ചാൽ, ഈ ലോകത്ത് ഏറ്റവും ആത്മാർത്ഥമായ 2 പ്രാർത്ഥനകളാണ് അവർക്ക് കിട്ടുന്നത്. ഏറ്റവും ആത്മാർത്ഥമായ 2 കണ്ണീരുകൾ. ഇർഫാന്റെ ഉമ്മയും ഉപ്പയും എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും. ആ വേദനയിൽ നിന്ന് ഉയരുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ ദുആ ഉണ്ടല്ലോ, ഒരിക്കലും അല്ലാഹു തള്ളിക്കളയില്ല. ഒരിക്കലും അല്ലാഹു അത് അവഗണിക്കുകയില്ല. പടച്ച റബ്ബ് ആ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യും. ആ പ്രാർത്ഥനകൾ പ്രതിഫലമായി, പാപമോചനമായി, കാരുണ്യമായി, വാത്സല്യമായി ഇർഫാന്റെ ഖബറിലേക്ക് വർഷിച്ച് പെയ്തിറങ്ങുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഒറ്റ കാര്യം മതി സമാധാനിക്കാൻ സഹോദരങ്ങൾ, ഒറ്റ കാര്യം മതി. പിന്നെ യഥാർത്ഥ വേർപാടെന്ന് പറയുന്നത് ഈ ദുനിയാവിലെ വേർപാടല്ല. ഏതാണ് യഥാർത്ഥ വേർപാടെന്നറിയോ? അതുകൂടി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. മഹ്ശറിൽ ഒരു വേർപാടുണ്ട്. 3 ഗ്രൂപ്പുകളായി മനുഷ്യരെ പിരിയും. അത് യഥാർത്ഥ വേർപാടാണ്. അത് 2 പ്രപഞ്ചങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഈ ദുനിയാവെന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ബർസഖിലേക്കാണ്. ഇവിടെ തന്നെയാണ്, ബർസഖിലാണ് ഉള്ളത്, ഈ ഖബറിന്റെ ഉള്ളിലാണുള്ളത്. മാഷറയിൽ വീണ്ടും ഒരുമിച്ച് കൂടും. പക്ഷേ മാഷറയിൽ വിചാരണ കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പിരിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പിരിയലാണ്, വല്ലാത്തൊരു വേർപാടാണ്. നരകത്തിലേക്ക് പോകുന്ന നമ്മുടെ ഉമ്മ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബക്കാർ അവർ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നീട് ഒരിക്കലും അവരെ നമുക്ക് കിട്ടൂല, പിന്നീട് ഒരിക്കലും അവരെ നമുക്ക് തിരിച്ചു കിട്ടൂല. അതാണ് ഏറ്റവും വലിയ അപകടവും ഏറ്റവും വലിയ ദുരന്തവും. ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ജാറങ്ങളിലും മക്ബറകളിലും ഒക്കെ പോകുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കേണ്ടത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തേണ്ടത് ആ ഒരു വസ്തുതയാണ്. കാരണം എന്താണെന്നറിയോ? ഇവിടുന്ന് മരിച്ച മാഷറയിൽ വീണ്ടും റീയുണൈറ്റ് ചെയ്യും. പക്ഷേ ആ മാഷറ എന്നുള്ള വേർപാടിന് ശേഷം പിന്നീട് അവരെ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, പിന്നീട് ഒരിക്കലും അവരുമായി നിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥ വേർപാട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയുള്ള വേർപാടുകളെല്ലാം താൽക്കാലികം മാത്രമാണ്. ആ വേർപാടിന്റെ ആ ദുഃഖത്തിന്റെ ഏറ്റവും പാരമ്യം അനുഭവിച്ച ആളാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 മക്കളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. 3 ആൺമക്കളും മരിച്ചു.
3 ആൺമക്കളും പ്രവാചകന്റെ മരിച്ചു. എന്നിട്ടാണ് പ്രവാചകനെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അബുത്തർ എന്ന് വിളിച്ചത്, വാലറ്റുപോയവൻ. ഇനി ഒരു അവകാശമില്ലാതെ, തന്റെ പാരമ്പര്യം നിലനിർത്താൻ ഒരു അവകാശമില്ലാതെ വാലറ്റുപോയവൻ എന്ന് മക്കക്കാര് പ്രവാചകനെ മുടിച്ചു കളിയാക്കിയത് അതുകൊണ്ടാണ്. അതിനാരാ മറുപടി അറിഞ്ഞറിയോ? അള്ളാഹുവാൻ. റസൂൽ എന്താ പറഞ്ഞത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. റസൂലേ, അങ്ങയോട് ശത്രുത കാണിക്കുന്നവൻ ആരാണോ, അങ്ങയോട് വിരോധം കാണിക്കുന്നവൻ ആരാണോ, അങ്ങയോട് അകൽച്ച കാണിക്കുന്നവൻ ആരാണോ, അവനാണ് വാലറ്റുപോയവൻ, അവനാണ് ഗതിയില്ലാത്തവൻ, അവനാണ് വാലമുറിഞ്ഞു പോയവൻ. അള്ളാഹുവിന്റെ മറുപടിയാണ്. അള്ളാന്റെ റസൂലിന്റെ ജീവിതകാലത്ത് 6 മക്കളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെയാണ് ആൺമക്കൾ മരണപ്പെട്ടു പോയത്. കുറച്ചുകൂടി വളർന്നതിന് ശേഷമാണ് പെൺമക്കൾ മരണപ്പെട്ടു പോയത്. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത്, മരണത്തിന്റെ സമയത്ത് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് അള്ളാന്റെ റസൂൽ ആവർത്തിച്ചു പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ്. ആ ഫാത്തിമ മാത്രമാണ് പ്രിയപ്പെട്ട പ്രവാചകന്റെ മരണത്തിന്റെ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത്. അള്ളാന്റെ റസൂലിന്റെ മരണത്തിന് ശേഷം 6 മാസമാകുമ്പോഴേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണിത്. അള്ളാഹു ഏറെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണിത്. സുന്ദരമായി ക്ഷമിക്കുക. ആ ക്ഷമയുടെ പ്രതിഫലം സാബിരിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലം കണക്കില്ലാത്തതാണ്, അറ്റമില്ലാത്തതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇർഫാന്റെ ഉമ്മയോടും ഉപ്പയോടും പറയാനുള്ളത്, നന്നായി ക്ഷമിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, റബ്ബ് തിരിച്ചെടുത്തതിനെ ഉൾക്കൊണ്ട് അതിനും ഹംദ് പറയുക. തീർച്ചയായും ഈ ജീവിതത്തിലും പരലോക ജീവിതത്തിലും വലിയ നേട്ടങ്ങളും വലിയ സമാധാനങ്ങളും വലിയ ശാന്തിയും നിങ്ങളെ കാത്തിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് അത് നൽകട്ടെ. ഇർഫാന്റെ ബർസഖ് ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖകരമാക്കി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗ്ഗത്തിൽ നമ്മെയും അവനെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. നമ്മുടെ യുവാക്കൾ, നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിൽ ദീനിനെയും സമൂഹത്തെയും സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ അല്ലാഹു ആരോഗ്യത്തോടെയും ആഫിയത്തോടെയും ദീർഘായുസ്സോടെയും നിലനിർത്തുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിലെ ശബാബുകളെ, യുവാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കട്ടെ. അവരുടെ മനസ്സുകളിൽ ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും ഖുശൂഇന്റെയും പക്വതയുടെയും വിവേകത്തിന്റെയും വലിയ ഒരു അനുഗ്രഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിന്റെ അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമത്തിൽ ഉറച്ചു നിൽക്കാനും അവസാനം നിന്നിലേക്ക് മടങ്ങി വരുമ്പോൾ അതേ വഹദാനിയത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് തിരിച്ചു വരാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അല്ലാഹ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.